നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 23 മുതൽ 26 വരെ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കണമെന്ന് അഡ്വക്കേറ്റ് KB സെൽവം. SSKയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി നടത്തുന്ന കരാട്ടെ പരിശീലനം റസൽപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. തങ്കമണി ഗ്രാമത്തിലുണ്ടായ വിവാദമായ സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. വാർത്തകൾ വിശദമായി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 23 മുതൽ 26 വരെ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. PJ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് സ്വാഗതം ആശംസിക്കും. മാനേജർ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിക്കും. കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കീഴിൽ അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് എക്സിബിഷൻ നടത്തുന്നത്. ഡയമണ്ട് ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ആഘോഷ പരിപാടികളുടെ ഭാഗമായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ നടത്തും. 23-ന് രാവിലെ 11-ന് കോളേജിലെ മാർ പോത്തനമൊഴി ഹാളിൽ വെച്ച് PJ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. മാനേജർ റവറൻ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിക്കും. എയറോനോട്ടിക്കൽ സിസ്റ്റം മുൻ ഡയറക്ടർ ഡോക്ടർ ടെസി തോമസ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെന്റ് അലോഷ്യസ് കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് പോത്തനമൊഴി അനുസ്മരണ പ്രഭാഷണം നടത്തും. മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ്, ഹയർ എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാറത്താഴം, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു എബ്രഹാം, ഡയമണ്ട് ജൂബിലി കൺവീനർ ബിജു പീറ്റർ, ബർസാർ ഫാദർ ബെൻസൺ N. ആന്റണി, കോളേജ് യൂണിയൻ ചെയർമാൻ ജോസ്മോൻ സിജോ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കും. വിദ്യാഭ്യാസ രംഗത്ത് പ്രൗഢശോഭയോടെ നിലനിൽക്കുന്ന ന്യൂമാൻ കലാലയം 60ാം ആണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ന്യൂമാൻ കലാലയത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ചേർന്ന് ഒരുക്കുന്ന ഒരു എക്സിബിഷനാണ് ന്യൂമാനിയം 2024. 23-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന ന്യൂമാനിയം 26-ാം തീയതി വൈകുന്നേരമാണ് അവസാനിക്കുക. 23-ാം തീയതി 11 മണിക്ക് ബഹുമാനപ്പെട്ട തൊടുപുഴയുടെ MLA PJ ജോസഫ് സാർ തിരിതെളിക്കുന്നു. കോളേജ് മാനേജർ റവറൻ മോൺസിഞ്ഞർ ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ന്യൂമാൻ കോളേജിന്റെ തന്നെ ഏറ്റവും അഭിമന്യനായ പോത്തനാമൊഴി പിതാവിനെ അനുസ്മരിക്കുന്ന ഒരു പ്രഭാഷണം അന്നേ ദിവസം ഒരുക്കിയിട്ടുണ്ട്. മിസൈൽ വുമണായ ഡോക്ടർ ടെസി തോമസ് ആണ് ആ പ്രഭാഷണം നടത്തുക. അത് പോത്തനാമൊഴി പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ പ്രഭാഷണം ഏർപ്പെടുത്തിയ റവറൻ ഡോക്ടർ തോമസ് പോത്തനാമൊഴി അച്ഛന് സംസാരിക്കുന്നതാവും. അതോടൊപ്പം തൊടുപുഴയുടെ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജിന്റെ അവരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ എല്ലാ തരത്തിലുള്ള സ്റ്റാളുകൾ അവതരിപ്പിക്കുന്നുണ്ട്. ന്യൂമാൻ കോളേജിലെ NCC യൂണിറ്റിന്റെ വാൾ ഓഫ് ഡിഫൻസ്, അതേപോലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുന്ന വിവിധ കഥാപാത്രങ്ങളെ കേന്ദ്രീകരിച്ചുള്ള സ്റ്റാളുകൾ, അതായത് ഇംഗ്ലീഷിന്റെ ഒരു പഠിക്കുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാരക്ടേഴ്സ് കുട്ടികളുടെ മുന്നിൽ എത്തുകയാണ്. ആദിമ ഗോത്ര സംസ്കാരത്തിന്റെ തിരിശേഷിപ്പുകളായ ഊരാളി വംശജരുടെ ഇടയിലെ അനുഷ്ഠാന കലാരൂപങ്ങളെയാണ് മലയാളം ഡിപ്പാർട്ട്മെന്റുകൾ അവതരിപ്പിക്കുക. കോളേജിലെ ഹിസ്റ്ററി, മലയാളം, ഇംഗ്ലീഷ് ആൻഡ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, സൈക്കോളജി, ബോട്ടണി, സുവോളജി, ഫിസിക്സ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളുടെ നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് സ്വാഗതവും എക്സിബിഷൻ കൺവീനർ റവറൻ ഡോക്ടർ എൽദോ K. തോമസ് നന്ദിയും പറയും. തൊടുപുഴയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ബിജിമോൾ തോമസ്, ഫാദർ ബെൻസൺ ആന്റണി, ക്യാപ്റ്റൻ പ്രിജേഷ് C. മാത്യു, ബിജു പീറ്റർ, ഫാദർ എൽദോ K. തോമസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.
പഴയിരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് രാജപുടി ക്രിസ്തുരാജ പള്ളി വികാരി ഫാദർ ജോർജ് മുല്ലപ്പള്ളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പഴയിരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ധീര രക്തസാക്ഷിയായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് രാജമുടി ക്രിസ്തുരാജ ചർച്ച് വികാരി ഫാദർ ജോർജ് മുല്ലപ്പള്ളി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നാമത്തിൽ ആശീർവദിക്കണമേ. ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കാരുണ്യവും താതനാം ദൈവത്തിൻ സംപ്രീതിയും ജനുവരി 20 ശനിയാഴ്ച 4:30 ആനക്കുളം സെന്റ് ജോസഫ് ചർച്ച് വികാരി ഫാദർ ജോർജ് പള്ളിവാതിക്കൽ നേതൃത്വം നൽകുന്ന നൊവേന ലതീഞ്ഞ് തിരുനാൾ പാട്ടുകുർബാന. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഫാദർ ജിൻസ് കാരിക്കാട്ട് തിരുനാൾ സന്ദേശം നൽകും. 6 മണിക്ക് കൊടുക്കാക്കണ്ടം പന്തലിലേക്ക് പ്രദക്ഷിണം നടക്കും. ജനുവരി 21 ഞായർ വൈകിട്ട് 4:15 ഫാദർ ജോജു അടമ്പക്കല്ലിന്റെ നേതൃത്വത്തിൽ ആഘോഷമായ പാട്ടുകുർബാനയും ലതീഞ്ഞും നടക്കും. തുടർന്ന് പിള്ളസിറ്റി പന്തലിലേക്ക് തിരുനാൾ പ്രദക്ഷിണവും ഉണ്ടായിരിക്കും. ഈട്ടുകവല കുരിശടിയിൽ AKCC രൂപത പ്രസിഡന്റ് ഫാദർ ജോർജ് കോയിക്കൽ തിരുനാൾ സന്ദേശം നൽകും. സമാപന പ്രാർത്ഥനയോടെ തിരുനാളിന് കൊടിയിറങ്ങും. സ്നേഹവിരുന്നും ആകാശവിസ്മയവും ഉണ്ടായിരിക്കും. ഇടവക വികാരി ഫാദർ ജോസഫ് അക്കൂറ്റ്, കൈക്കാരന്മാരായ വാവച്ചൻ പെരുവിലങ്ങാട്ട്, ബേബി വാലുമേൽ, മാത്യു നടുവത്തേടത്ത് എന്നിവർ നേതൃത്വം നൽകും. ന്യൂസ് ബ്യൂറോ, പഴയിരിക്കണ്ടം. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. കട്ടപ്പന നഗരസഭ 11 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്മൃതി മണ്ഡപത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ദളിത് സംഘടനകൾ വർഷങ്ങളായി ആവശ്യപ്പെട്ടിരുന്ന ചരിത്ര മുഹൂർത്തത്തിനാണ് കട്ടപ്പന സാക്ഷ്യം വഹിച്ചത്. 300 കിലോ വെങ്കലത്തിൽ ഡോക്ടർ BR അംബേദ്കറുടെയും അയ്യങ്കാളിയുടെയും പൂർണ്ണകായ പ്രതിമകൾ നിർമ്മിക്കാൻ കട്ടപ്പന നഗരസഭ മുൻ ചെയർപേഴ്സൺ ബീന ജോബിയുടെ കാലത്താണ് തുക അനുവദിച്ചത്. പിന്നീടെത്തിയ അധ്യക്ഷ ഷൈനി സണ്ണി ഇത് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. മന്ത്രി റോഷി അഗസ്റ്റിൻ സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പനയുടെ ഹൃദയഭാഗത്ത് ഭരണഘടനാ ശില്പിയുടെയും അയ്യങ്കാളിയുടെയും പ്രതിമകൾ സ്ഥാപിക്കാനായത് അഭിമാനകരമാണെന്ന് മന്ത്രി പറഞ്ഞു. കട്ടപ്പന നഗരസഭയുടെ ഹൃദയഭാഗത്ത് ബഹുമാന്യരായ 2 ശില്പികൾ ഡോക്ടർ BR അംബേദ്കറുടെയും മഹാത്മാ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം ഇന്ന് ഇവിടെ പൂർത്തീകരിച്ച് അതിന്ന് സമർപ്പിക്കാൻ സാധിച്ചു എന്നുള്ളത് അതിന് നേതൃത്വം കൊടുത്ത കട്ടപ്പന മുനിസിപ്പാലിറ്റിയെ എല്ലാ കൗൺസിലർമാരെയും ചെയർപേഴ്സണെയും എല്ലാം പ്രത്യേകമായി ഈ നാടിനു വേണ്ടി കൂടി അഭിനന്ദിക്കുവാൻ ആദ്യമായി ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. കട്ടപ്പനയെ ഐശ്വര്യപൂർണ്ണമാക്കുന്ന ഒരുപക്ഷെ നമ്മുടെ സാംസ്കാരിക വളർച്ചയെ നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഒക്കെ എടുത്തു കാണിക്കുന്ന നവോത്ഥാന നായകരുടെ പ്രതിരൂപമാണ് ഇവിടെ തീർച്ചിട്ടുള്ളത്. സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം മണ്ഡപത്തിനുള്ളിൽ ടൈൽ വിരിക്കുന്നതിനും മേൽക്കൂര നിർമ്മിക്കുന്നതിനുമായി MLA ഫണ്ടിൽ നിന്നും മന്ത്രി 3 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. യോഗത്തിൽ പ്രതിമകൾ നിർമ്മിച്ച ശില്പികളെയും നഗരസഭാ അധ്യക്ഷയെയും കോർഡിനേഷൻ കമ്മിറ്റി ആദരിച്ചു. മിനി സ്റ്റേഡിയത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ച ഓപ്പൺ സ്റ്റേജിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KJ ബെന്നി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ മനോജ് മുരളി, ജാൻസി ബേബി, ലീലാമ്മ ബേബി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ VR സജി, VR ശശി, മനോജ് M തോമസ്, രതീഷ് വരകുമല, സ്മൃതി മണ്ഡപ കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികളായ പ്രശാന്ത് രാജു, ബിനു കേശവൻ, VS ശശി, സുനീഷ് കുഴിമറ്റം, രാജു ആഞ്ഞിലിത്തോപ്പിൽ, നഗരസഭാ വാർഡ് കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. ജനുവരി 15 കേരളത്തിൽ പാലിയേറ്റീവ് ദിനമായി ആചരിക്കുകയും ജനുവരി 15 മുതൽ 21 വരെ
ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ സംസ്ഥാനമൊട്ടാകെ കാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ആയുർവേദ ആശുപത്രി അനക്സ് പാറേമാവിൽ ജീവനക്കാരും രോഗികളും പാലിയേറ്റീവ് ദിനപ്രതിജ്ഞ എടുത്തു. ജനുവരി 15 കേരളത്തിൽ പാലിയേറ്റീവ് ദിനമായി ആചരിക്കുകയും ജനുവരി 15 മുതൽ 21 വരെ ഞാനുമുണ്ട് പരിചരണത്തിന് എന്ന പേരിൽ സംസ്ഥാനമൊട്ടാകെ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ ആയുർവേദ ആശുപത്രി പാറേമാവിൽ ജീവനക്കാരും രോഗികളും പാലിയേറ്റീവ് ദിനപ്രതിജ്ഞയെടുത്തു. CMO ഡോക്ടർ സുരേഷ് KR അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പീരുമേട് MLA വാഴൂർ സോമൻ പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ആശുപത്രിയിൽ നടപ്പിലാക്കുന്ന സ്നേഹധാര പാലിയേറ്റീവ് പദ്ധതി, പുതുതായി ആരംഭിക്കുന്ന പാലിയേറ്റീവ് കെയർ ബ്ലോക്ക് എന്നിവയുടെ പ്രാധാന്യത്തെ MLA പ്രകീർത്തിച്ചു. വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ, ഞാൻ മോസ്കോയിൽ ആശുപത്രിയിലെ സെൻട്രൽ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കിടക്കുമ്പോൾ അക്കാഡമി ഓഫ് സയൻസിലെ ഒരു സയന്റിസ്റ്റ് എന്നോട് ചോദിച്ചു, എന്തിനാ ഇവിടെ ഈ ചികിത്സയ്ക്ക് വന്നത്? അങ്ങ് തെക്കേ ഇന്ത്യ, UK എന്നാണ് അവർ പറയുക, തെക്കേ ഇന്ത്യയിൽ നല്ല സൗകര്യമുള്ള ആശുപത്രികളുണ്ടല്ലോ. അവര് അങ്ങനെ വളരെ വിഷമിച്ചാണ് കോട്ടയ്ക്കൽ എന്നുള്ളത് പ്രൊനൗൺസ് ചെയ്യുന്നത്. എനിക്ക് പക്ഷെ പിടികിട്ടി കോട്ടയ്ക്കൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായി. അവിടെയൊക്കെ നല്ല ചികിത്സയുണ്ടല്ലോ. ഇവിടെ ഈ സ്പാ തെറാപ്പിയും മാഗ്നറ്റിക് തെറാപ്പിയും അക്യൂപഞ്ചറും ഒക്കെ ചെയ്തുകൊണ്ടൊന്നും സ്ഥായിയായ മാറ്റം കിട്ടത്തില്ല. സ്ഥായിയായ മാറ്റം ആയുർവേദം ഒന്ന് മാത്രമാണ് എന്ന് അദ്ദേഹം ആധികാരികമായി എന്നോട് സംസാരിച്ചു. ഞാനൊരു 10-30 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം കേൾക്കുന്നത്. ഞാൻ കേരളത്തിൽ വന്നു കഴിഞ്ഞ് ഞാൻ അത് പരീക്ഷിച്ചറിഞ്ഞു. ആദ്യം 45 ദിവസം കിടക്കേണ്ടി വന്നു. അത്ര ഗുരുതരമായിരുന്നു രോഗം. അത് അടുത്ത പ്രാവശ്യമായപ്പോൾ ഒരു 28 ദിവസമായി, പിന്നെ 21ആയി. ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ 10 ദിവസത്തെ ചികിത്സയ്ക്കാണ് ഇവിടെ കയറിയത്. വളരെ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്, വളരെ നല്ല ചികിത്സ ഇവിടെ തന്നെ ലഭ്യമാണ്. ഈ ഇടുക്കിയിൽ, നമ്മുടെ ഈ ജില്ലയിൽ ഇത്ര സൗകര്യങ്ങളോട് കൂടിയ ഒരു സ്ഥാപനമുണ്ട് എന്നുള്ളത് ഇവിടെ പലർക്കും അറിയില്ല. പക്ഷെങ്കിൽ പല സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേര് ഇവിടെ വന്ന് ചികിത്സ തേടുന്നുണ്ട്. ആശുപത്രി ജീവനക്കാർ, രോഗികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ പ്രതിജ്ഞയിൽ പങ്കെടുത്തു. യോഗത്തിന് ചെറുതോണി പ്രസ് ക്ലബ് സെക്രട്ടറി ഔസേപ്പച്ചൻ ഇടക്കുളം ആശംസകൾ നേർന്നു. ഡോക്ടർ ആനന്ദ് KP നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കണമെന്ന് അഡ്വക്കേറ്റ് KB സെൽവം. സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ വെറുതെ വിട്ട നടപടി അങ്ങേയറ്റം അപലപനീയമെന്നും കേസ് അന്വേഷണത്തിലുണ്ടായ വീഴ്ചയാണ് പ്രതി രക്ഷപ്പെടാൻ കാരണമെന്നും നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് KB സെൽവം പറഞ്ഞു. നെടുങ്കണ്ടം കസ്റ്റഡി കൊലപാതക കേസിലും ആദ്യം സമാന പ്രശ്നമാണ് ഉണ്ടായത്. എന്നാൽ തുടർന്ന് ജുഡീഷ്യൽ അന്വേഷണത്തിൽ പ്രതികൾ കുടുങ്ങുകയായിരുന്നു. ഇതിന് സമാനമായ അന്വേഷണമാണ് വണ്ടിപ്പെരിയാർ കേസിൽ ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ അടിയന്തര തീരുമാനം കൈക്കൊള്ളണം. പൊതുസമൂഹം ഈ ആവശ്യവുമായി ഹൈക്കോടതിയെ സമീപിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. പ്രായമായവർ ഇനി വീട്ടിൽ തനിച്ചാവില്ല. വിദേശത്തു നിന്നും നാട്ടിലുള്ള പ്രായമായ മാതാപിതാക്കളെ ഓർത്ത് ഇനി ആശങ്കയും വേണ്ട. അവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന വീട് പോലൊരു കെയർ ഹോം ഹാപ്പിനെസ്റ്റ് ഫൗണ്ടേഷൻ കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളി കോമ്പൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. അസിസ്റ്റന്റ് ലിവിംഗ്, 24 മണിക്കൂറും മെഡിക്കൽ, പാലിയേറ്റീവ്, ഹോം ആൻഡ് ഡേ കെയർ സേവനങ്ങളോടെയാണ് ഹാപ്പിനെസ്റ്റ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. കോവിഡ് മഹാമാരി കാലത്ത് ആയിരക്കണക്കിന് രോഗികൾക്ക് പരിചരണവും സാന്ത്വനവും നൽകി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ ഡോക്ടർ സൗമ്യയുടെ നേതൃത്വത്തിലാണ് ഹാപ്പിനെസ്റ്റ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവർക്കും നാട്ടിൽ പ്രായമായ മാതാപിതാക്കളുള്ള പ്രവാസികൾ, സ്വാന്തന പരിചരണം ആവശ്യമായവർ, വീട്ടിൽ തന്നെ പരിചരണം ആവശ്യമായവർ, കിടപ്പ് രോഗികൾ, പകൽ നേരങ്ങളിൽ മാത്രം സംരക്ഷണം ആവശ്യമായ പ്രായമായവർ എന്നിവർക്കായി ഹാപ്പി നെസ്റ്റ് ഫൗണ്ടേഷൻ കല്ലൂർക്കാട് സെന്റ് അഗസ്റ്റിൻസ് പള്ളി കോമ്പൗണ്ടിൽ പ്രവർത്തനം ആരംഭിച്ചു. അസിസ്റ്റന്റ് ലിവിംഗ്, 24 മണിക്കൂർ മെഡിക്കൽ, പാലിയേറ്റീവ്, ഹോം കെയർ, എൽഡർ ഡേ കെയർ സേവനങ്ങളോടെ അവരുടെ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന വീട് പോലൊരു കെയർ ഹോമാണ് ഹാപ്പി നെസ്റ്റ് ഫൗണ്ടേഷൻ. കോവിഡ് മഹാമാരി കാലത്ത് ആയിരക്കണക്കിന് രോഗികൾക്ക് പരിചരണവും സ്വാന്തനവും നൽകി നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹയായ ഡോക്ടർ സൗമ്യയുടെ നേതൃത്വത്തിലാണ് ഹാപ്പി നെസ്റ്റ് ഫൗണ്ടേഷൻ പ്രവർത്തിക്കുന്നത്. ഹാപ്പിനെസ്റ്റ് എന്ന ഈ സ്ഥാപനം കഴിഞ്ഞ കോവിഡ് കാലത്ത് 4000+ ആൾക്കാരിലേക്ക് മൈ ഫാമിലി മെഡിക്കെയർ എന്ന പേരിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ സേവനങ്ങൾ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പുരസ്കാരങ്ങൾ അതിൽ കിട്ടുകയും ചെയ്തിട്ടുണ്ട്.
അവരുടെയൊക്കെ ഒരു പ്രോത്സാഹന സപ്പോർട്ടും കൊണ്ടാണ് കൂടുതൽ വിപുലമായ രീതിയിൽ കലൂർക്കാട് സെൻറ്റ് അഗസ്റ്റിൻ ചർച്ച് കോമ്പൗണ്ടിൽ നമുക്ക് ഈ കെയർ ഹോം തുടങ്ങാൻ സാധിച്ചിട്ടുള്ളത്. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ഹാപ്പിനെസ്റ്റ് എന്ന ആശയം കോവിഡ് മഹാമാരി കാലത്ത് തങ്ങൾ നൽകിയ സേവനങ്ങൾക്ക് സമൂഹത്തിൽ നിന്നും ലഭിച്ച പിന്തുണയുടെയും പ്രോത്സാഹനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന പ്രായമായവർക്ക് സ്വാതന്ത്ര്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് ഡോക്ടർ സൗമ്യ പറയുന്നു. ഞാൻ ഡോക്ടർ സൗമ്യ. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ഹാപ്പിനെസ്റ്റ് ഫൗണ്ടേഷൻ എന്നാണ്. ഇതിൽ നമ്മൾ 4 സർവീസുകളാണ് നമ്മൾ മെയിൻലി ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ അസിസ്റ്റഡ് ലിവിങ്ങിൽ മക്കളൊക്കെ വിദേശത്തായിരിക്കും, അല്ലെങ്കിൽ കൂടുതലും പേര് കൊണ്ടുവിടുന്നത് മക്കൾ വിദേശത്തുള്ളവരും പിന്നെ തനിച്ചായി പോയി എന്നൊരു ഫീലിംഗ് ഉള്ളവരൊക്കെയാണ് ഇവിടെ വരാറ്. അവർക്ക് നമ്മൾ അവർക്കൊരു പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കാണില്ല, പക്ഷേ നമുക്കൊരു അസിസ്റ്റൻറ്റിനെ വേണം അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളവരാണത്. അവർക്ക് നമുക്ക് മെഡിക്കൽ കെയർ വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കും. അത് തന്നെയല്ല, അവർക്ക് പള്ളിയിൽ പോകണമെങ്കിൽ പള്ളിയിൽ പോകാനുള്ള അവസരവും ഔട്ടിങ്ങിന് പോകണമെങ്കിൽ ഔട്ടിങ്ങിന് പോകാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പാലിയേറ്റീവ് കെയർ ആണ്. ആ പാലിയേറ്റീവ് കെയറിൽ നമുക്ക് മെഡിക്കൽ കെയറും 24 hours നഴ്സിംഗ് കെയറും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് എൽഡേഡ് ഡേ കെയർ ആണ്. അതായത് പകൽ വീട് പോലെ തന്നെ 9 to 6 എന്നുള്ള സമയത്ത് 9 മണി മുതൽ 6 മണി വരെ ഇവിടെ പാരൻസിനെ കൊണ്ടുവിടാം. അതല്ല, ഇനി മക്കൾക്കൊക്കെ വെളിയിൽ എമർജൻസി ആയിട്ട് പോകണം എന്നുള്ള എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണം എന്നുള്ള സാഹചര്യമാണെങ്കിൽ 1 മണിക്കൂർ മുതൽ ദിവസങ്ങളോളം ഇവിടെ കൊണ്ടുവിടാവുന്നതാണ്. നാലാമത്തെ സർവീസ് ഹോം കെയർ ആണ്. അതിപ്പം ഒരു വീട്ടിൽ ആർക്കെങ്കിലും ഒരു എമർജൻസി ട്രയൽസ് ട്യൂബുകൾ ഇടാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സോഡിയം ഒക്കെ കുറഞ്ഞു പോയ ട്രിപ്പ് ഇടാനൊക്കെയുള്ള ആവശ്യങ്ങൾ വന്നാൽ സർജറി ഒഴികെയുള്ള മറ്റെല്ലാ കെയറും നമ്മൾ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഇവിടെ വരുന്നത് ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അമ്മമാരെല്ലാം അല്ലെങ്കിൽ അവർ വരുന്നവരെല്ലാം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. ഹാപ്പിനെസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു വീട്ടിൽ എങ്ങനെയാണോ അവർക്ക് ഫീൽ ചെയ്യുന്ന അതേ ഒരു ഫീലിംഗ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ സ്റ്റാഫുകളായാലും നമ്മുടെ സർവീസ് ആയാലും അതാണ് ഇവിടെ ഹാപ്പിനെസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഹാപ്പിനെസ്റ്റിൽ എത്തുന്നവർക്ക് മികച്ച പരിരക്ഷ ലഭ്യമാക്കുവാൻ പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഹെൽപ്പർമാരുടെയും സേവനവും ഹോസ്പിറ്റൽ അസിസ്റ്റൻസും ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ വീട്ടിൽ ലഭിക്കുന്ന സ്നേഹവും പരിചരണവും പകർന്നു നൽകുവാൻ ഡോക്ടർ സൗമ്യയും കുടുംബവും സദാസമയം ഇവർക്കൊപ്പമുണ്ട്. ഹൃദയത്തിൽ കവർന്നോനെ യേശുവേ, ഹൃദയത്തിലുടയോനെ, എൻ്റെ ഹൃദയത്തിൽ കവർന്നോനെ, വേഗത്തിൽ വരുമേ എന്നെയും ചേർത്തിടുവാ. ന്യൂസ് ബ്യൂറോ, കല്ലൂർക്കാട്. SSKയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി നടത്തുന്ന കരാട്ടെ പരിശീലനം റസൽപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. വേട്ടമംഗലം വാർഡ് മെമ്പർ K മണികണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സുദർശനൻ അധ്യക്ഷത വഹിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ സ്വയം പ്രതിരോധ പരിപാടികൾക്ക് വേണ്ടി എല്ലാ സഹായവും നൽകുമെന്ന് കോവളം പോലീസ് സ്റ്റേഷനിലെ ASIയും സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീകുമാർ അറിയിച്ചു. SSK പെൺകുട്ടികൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായുള്ള കരാട്ടെ പരിശീലനം റസൽപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. വേട്ടമംഗലം വാർഡ് മെമ്പർ K മണികണ്ഠൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു ഉദ്ഘാടക പ്രസംഗത്തിന് ഈ യോഗത്തിൽ പ്രസക്തിയില്ല. കാരണം ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെല്ലാം കുറിച്ച് ബഹുമാനപ്പെട്ട HM വളരെ ആധികാരികമായി സൂചിപ്പിക്കുകയുണ്ടായി. PTA പ്രസിഡന്റ് സുദർശനൻ അധ്യക്ഷനായി. കോവളം പോലീസ് സ്റ്റേഷനിലെ ASIയും റസൽപുരം സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ശ്രീകുമാറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ക്ലാസ് കുട്ടികൾക്ക് പുത്തൻ ഉണർവും ആത്മവിശ്വാസവും നൽകി. അർത്ഥമായ കത്തുകൾ കുട്ടികൾക്ക് കരാട്ട പഠിപ്പിക്കുക എന്നുള്ളതാണ്. കരാട്ടയെക്കുറിച്ച് തെറ്റായ ധാരണ മിക്കവാറും പേരൻസിനുണ്ട്. കരാട്ട പഠിക്കാൻ പോയാൽ കുട്ടി വണ്ണം കുറയും, അല്ലെങ്കിൽ കുട്ടിക്ക് ക്ഷതം സംഭവിക്കും. അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴൊരുപാട് മാറ്റമുണ്ട്. മോഡേൺ കരാട്ടയെ സംബന്ധിച്ച് വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് കരാട്ട പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കുട്ടി കരാട്ട ക്ലാസ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ പേരൻസിൻ്റെ അകവഴിഞ്ഞ പ്രോത്സാഹനം വേണം. അവരെ കുട്ടികൾക്ക് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമുക്ക് ഏറ്റവും പ്രധാനം സെൽഫ് ഡിഫൻസാണ്. ഇന്നത്തെ കാലഘട്ടം പഴയ കാലഘട്ടം അനുസരിച്ചല്ല, വളരെ അപകടകരമായ ഒരു രീതിയിലേക്കാണ് നമ്മുടെ ചില ചെറുപ്പക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ശരിക്കും ഒരു സെൽഫ് ഡിഫൻസ് അവർക്ക് അത്യാവശ്യമാണ്.
പരിശീലകരോടൊപ്പം എത്തിയ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി നിവേദിത കരാട്ടെ പ്രകടനം നടത്തി. ആൺകുട്ടികൾക്ക് വേണ്ടിയും ഇത്തരം പരിശീലന പരിപാടി സംഘടിപ്പിക്കുവാൻ PTA തീരുമാനിച്ചു. കുട്ടികൾക്ക് ആവശ്യമായ സ്വയം പ്രതിരോധ പരിപാടികൾക്ക് വേണ്ടി എല്ലാ സഹായവും നൽകുമെന്ന് ASI ശ്രീകുമാർ അറിയിച്ചു. സീനിയർ അസിസ്റ്റന്റ് HM ഷിബു സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ഷീബ റാണി നന്ദിയും പറഞ്ഞു. തങ്കമണി ഗ്രാമത്തിലുണ്ടായ വിവാദമായ സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. നാട്ടുകാരനും മാധ്യമപ്രവർത്തകനുമായ ബിജു വൈശ്യനാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തുടർന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രന്റെ ബെഞ്ച് കേസ് പരിഗണിച്ച ശേഷം എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. 1986 ഒക്ടോബറിലുണ്ടായ തങ്കമണി വെടിവയ്പ് സംഭവം രാഷ്ട്രീയ കേരളത്തിൽ ഏറെ ചലനങ്ങളുണ്ടാക്കി. വെടിവയ്പിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് കാൽ നഷ്ടമാവുകയും ചെയ്തു. വളരെ കോളിളക്കം സൃഷ്ടിച്ച സംഭവത്തിൽ K. കരുണാകരന് ഭരണനഷ്ടമുണ്ടായതും ചരിത്രമാണ്. അന്ന് തങ്കമണി ഗ്രാമത്തിൽ പോലീസ് നരനായാട്ട് നടത്തി. സമീപ വീടുകളിൽ പുരുഷന്മാരെ പിടിക്കാൻ പോലീസ് രാത്രികാലങ്ങളിലും കയറിയിറങ്ങി. ഇതിനിടയിൽ പ്രതിസ്ഥാനത്തുള്ള പുരുഷന്മാരെ കിട്ടാതെ വന്ന പോലീസ് വീടുകളിലുള്ള സ്ത്രീകളെ ഉപദ്രവിച്ചു. എന്നാൽ പിന്നീട് ഇത് ബലാത്സംഗം എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. സത്യത്തിൽ തങ്കമണിയിൽ പോലീസ് ബലാത്സംഗം ചെയ്തതെന്നത് വെറും കെട്ടുകഥയാണ്. ഒരു സ്ത്രീയെ പോലും ബലാത്സംഗം ചെയ്തതായി രേഖയില്ല. ഇത് സംബന്ധിച്ച് മെഡിക്കൽ രേഖകളോ മൊഴികളോ ഇല്ല. എന്നിട്ടും ഒരു നാടിനെ ആകെ അപമാനത്തിലാക്കുന്ന കിംവദന്തികളാണ് പിന്നീടുണ്ടായത്. ഇത് ഈ നാട്ടിലെ സ്ത്രീകളുടെ മാനത്തിന് ക്ഷതമേറ്റ സംഭവമായി മാറി. പോലീസിനാൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടാൽ സർക്കാർ എന്തുകൊണ്ട് നഷ്ടം കൊടുത്തില്ല? ഇങ്ങനെ നിയമപരമായ കാരണങ്ങൾ നിലനിൽക്കെ കാലങ്ങൾ ഈ മുറിവ് മായ്ച്ചു വരവെയാണ് ഇപ്പോൾ തങ്കമണി എന്ന സിനിമ ചിത്രീകരണം പൂർത്തിയാക്കി റിലീസിനൊരുങ്ങുന്നത്. പെണ്ണിന്റെ പേരല്ല തങ്കമണി, വെന്ത നാടിന്റെ പേരല്ലോ തങ്കമണി എന്ന് തുടങ്ങുന്ന ടൈറ്റിൽ ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു. ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് പാതിരാ നേരത്ത് കാരുരുൾ കയ്യുമായി കാക്കി കൂത്താടിയ തങ്കമണിയെന്ന്. പിന്നീട് മാനം കവർന്നവർ ചോര മോന്തിയെന്നും ഗാനത്തിൽ പറയുന്നു. ഇതേ തുടർന്നാണ് നാട്ടുകാരനും മാധ്യമപ്രവർത്തകനുമായ ബിജു വൈശ്യൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നടക്കാത്ത സംഭവം നടന്നെന്ന് കാണിച്ച് സിനിമ ഇറങ്ങിയാൽ അത് നാട്ടിലെ സ്ത്രീകളുടെ മാനത്തിന് വിലപേശലെന്നും വരും തലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകുമെന്നും അതിനാൽ സ്ത്രീകൾക്കെതിരായ പരാമർശം ഒഴിവാക്കി തങ്കമണി എന്ന പേരും ചിത്രത്തിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് അഡ്വക്കേറ്റ് ജോമി കെ ജോസ് മുഖേന സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. തങ്കമണി എന്ന സിനിമ 1986 ഒക്ടോബർ മാസം 20-ാം തീയതി ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ്. അതിനു പിന്നിൽ ഒരുപാട് രാഷ്ട്രീയ ചരിത്രങ്ങളും രാഷ്ട്രീയ വേലിയേറ്റങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് അക്കാലത്ത് ഒരു സിനിമ ഇറങ്ങി, ഇതാ സമയമായി. അതിനുശേഷം ആ കഥകളൊക്കെ കെട്ടടങ്ങി. പിന്നീട് ഇപ്പോഴിതാ തങ്കമണി എന്ന പേരിൽ തന്നെ ഒരു സിനിമ ഇറങ്ങുകയാണ്. രതീഷ് രഘുനന്ദനാണ് സംവിധായകൻ. RB ചൗധരിയുടെ കമ്പനിയാണ് അത് നിർമ്മിക്കുന്നത്. ദിലീപാണ് നായകൻ. ഈ സിനിമ പറയുന്നത് ഇൻ ദ റിയൽ സ്റ്റോറി ഇൻ ദ ബ്ലീഡിംഗ് വില്ലേജ് എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ സംഭവിച്ച കഥയാണ്. രക്തം ചൊരിയുന്ന വില്ലേജാണ് തങ്കമണി എന്നാണ്. പെണ്ണിന്റെ പേരല്ല തങ്കമണി, ഇത് മണ്ണിന്റെ പേരാണ് തങ്കമണി എന്നാണ് ടൈറ്റിൽ സോങ്ങിൽ തന്നെ പറയുകയാണ്. എന്നിട്ട് പറയുന്നു അവിടെ പെണ്ണിന്റെ മാനം വിറ്റു എന്നൊക്കെ പറഞ്ഞ്, അതായത് രക്തം ചിതറിയ ഒരു സ്ത്രീയുടെ ചിത്രമൊക്കെ വെച്ചാണ് അത് പരസ്യം ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി തങ്കമണിയിലെ ഓരോ വീടുകളിലും കയറി ഇറങ്ങി പോലീസുകാർ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ സിനിമ പറയുന്നത്. കാരണം ഇങ്ങനൊരു കിംവദന്തി മുൻപും ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, തങ്കമണിയിലെ ഒരു സ്ത്രീകളും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല. ബലാത്സംഗം ചെയ്തു എന്നൊക്കെ ചില കിംവദന്തികൾ ഇറങ്ങിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒരു കേസും ഇത് സംബന്ധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് തങ്കമണി എന്ന സിനിമ തങ്കമണി എന്ന ഗ്രാമത്തിലെ സ്ത്രീകളുടെ, അതായത് ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ അമ്മ, എൻ്റെ സഹോദരി ഉൾപ്പെടെ ഉള്ളവരുടെ, എൻ്റെ മകൾ ഉൾപ്പെടെ ഉള്ളവരുടെ മാനത്തിന് വില പറയുന്നു എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ടൊരു ഹർജി ഹൈക്കോടതിയിൽ നൽകിയത്. ഇന്ന് ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് സുപ്രധാന പരാമർശം നടത്തിയിരിക്കുന്നു. ദേവൻ രാമചന്ദ്രന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ആ കേസിൽ പറയുന്നു, ഞാൻ ചൂണ്ടിക്കാണിച്ച സംസ്ഥാന പോലീസ് മേധാവി അഥവാ DGP, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി, സംസ്ഥാന സെൻസർ ബോർഡ്, RB ചൗധരി നിർമ്മാണ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്, അതുപോലെ നായകൻ ദിലീപ്, അതുപോലെ സംവിധായകൻ രതീഷ് രഘുനന്ദൻ, ഇവർ 6 പേരെ പ്രതികളാക്കിയാണ് ഞാൻ കേസ് കൊടുത്തത്. 6 പേർക്ക് നോട്ടീസ് അയക്കുവാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും അവർക്ക് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ എന്നെ കേൾക്കണമെന്നാണ് ഞാൻ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ജോമി കെ ജോസ് ആണ് ഹാജരായത്. എന്റെ ആവശ്യം ഇത് മാത്രമേ ഉള്ളൂ. ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്ത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് അതിന്റെ FIR ഉള്ളത്? അങ്ങനെ ഒരു സ്ത്രീയെങ്കിലും ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീക്ക് എന്തുകൊണ്ട് ഈ കാലത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെന്റ് നഷ്ടം കൊടുത്തില്ല? ആ സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള മെഡിക്കൽ റിപ്പോർട്ട് എവിടെ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ കേസ് ജയിക്കാൻ വേണ്ടി ചില കിംവദന്തികൾ അക്കാലത്തെ മാധ്യമങ്ങളൊക്കെ എഴുതി. പക്ഷേ
കിംവദന്തികൾ നോക്കിയല്ല കോടതി കേസ് പരിഗണിക്കേണ്ടതും അല്ലെങ്കിൽ ഒരു വിഷയത്തെ സമീപിക്കേണ്ടതും. ഒന്നിൽ തങ്കമണി എന്ന പേര് മാറ്റണം, ഇതില്ല എങ്കിൽ അതിൽ ഇത് റിയൽ സ്റ്റോറി എന്ന് മാറ്റണം, അതായത് സംഭവിച്ച കഥ എന്നുള്ളത് മാറ്റണം. ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട്, പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മറ പറ്റിയുള്ള ഇത്തരം ചെയ്തികളെ അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ കോടതിയെ സമീപിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഒരു തീരുമാനം എനിക്ക് അനുകൂലമായി ഉണ്ടായി. ഞാൻ മേൽപ്പറഞ്ഞ 5 പേർക്കെതിരെയും കോടതി നോട്ടീസ് അയക്കുവാനും ഉത്തരവായിട്ടുണ്ട്. ഹർജി സ്വീകരിച്ച ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, സംസ്ഥാന DGP, ഇടുക്കി ജില്ലാ പോലീസ് മേധാവി, സെൻസർ ബോർഡ് സംവിധായകൻ രതീഷ് രഘുനന്ദൻ, നിർമ്മാണ കമ്പനിയായ സൂപ്പർ ഗുഡ് ഫിലിംസ് മാനേജിംഗ് ഡയറക്ടർ RB ചൗധരി, നായകൻ ഗോപാലകൃഷ്ണൻ എന്നിവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവിട്ടു. കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും. തന്നെ കേസിൽ വിസ്തരിക്കണമെന്ന ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഗവർണറെ കൂട്ടുപിടിച്ച് ഭൂമി പതിവ് ഭേദഗതി നിയമം അട്ടിമറിക്കുവാൻ നടത്തുന്ന ശ്രമങ്ങൾ തിരിച്ചറിയപ്പെടണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം CA കുര്യൻ നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ നിർവഹിച്ചു. മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV കൃഷ്ണകുമാറിന് യാത്രയയപ്പ് നൽകി. കേരളത്തിലെ കുടിയേറ്റ കർഷകർക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ ഭൂമി പതിവ് നിയമവും ചട്ടവും ഭേദഗതി ചെയ്യുവാനുള്ള സർക്കാർ തീരുമാനത്തെ ഗവർണറെ കൂട്ടുപിടിച്ച് അട്ടിമറിക്കുവാൻ വേണ്ടി UDF കക്ഷികളും BJP നടത്തുന്ന നടപടികൾ തിരിച്ചറിയപ്പെടണമെന്ന് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലിംകുമാർ പറഞ്ഞു. കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം CA കുര്യൻ നഗറിന് നാമകരണം ചെയ്ത മൂന്നാർ മാർക്കറ്റ് റോഡിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന ചിന്നക്കനാൽ അടക്കമുള്ള ചില പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേയിലൂടെ ഭൂമി ആരുടേത് എന്ന് നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ടുള്ള നടപടി ആരംഭിച്ചപ്പോൾ ചില ആളുകൾക്ക് പൊള്ളലുണ്ടായിട്ടുണ്ട്. ചില ആളുകൾ ഉറക്കത്തിൽ ഞെട്ടി ഉണർന്നിട്ട് അറിയാതെ ഓരിയിടുന്നുണ്ട്. അങ്ങനെ ചില പ്രതിഷേധങ്ങളെല്ലാം ഉയരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. നമ്മുടെ ജില്ലയിൽ അങ്ങനെ ഒരു പ്രതിഷേധം ഉയരുവാനുള്ള സാഹചര്യം മറ്റൊന്നുമല്ല. ദേവികുളം താലൂക്ക് എന്ന് പറയുന്നത് തോട്ടം തൊഴിലാളികളുടെ നാടാണ്. പാവപ്പെട്ട തൊഴിലാളികൾ പണിയെടുക്കുന്ന നാടാണ്. ഭൂരഹിതരായിട്ടുള്ള തോട്ടം തൊഴിലാളികൾ ജീവിക്കുന്ന പ്രദേശമാണ്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ ഏറെ റവന്യൂ ഭൂമിയുള്ള നാടാണ്. ആ റവന്യൂ ഭൂമി സർക്കാരിൻ്റെത് ചില ആളുകൾ കയ്യേറുകയും കൈവശപ്പെടുത്തുകയും സ്വന്തമായി വൃന്ദാവൻ പട്ടയം പോലെ ഹോട്ടലുകളിൽ ഇരുന്ന് ഒന്നടിച്ചതിന് ശേഷം 2 എണ്ണത്തിൽ ചീലുകുത്തി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള നാടാണ് നമ്മുടെ ഈ പ്രദേശത്തെ ചില സ്ഥലങ്ങൾ. വെയർഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ P. മുത്തുപ്പാണ്ടി അധ്യക്ഷനായിരുന്നു. പൊതുയോഗത്തിന് ശേഷം നന്മ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗാനസന്ധ്യയും അരങ്ങേറി. പ്രതിനിധി സമ്മേളനം കാനം രാജേന്ദ്രൻ നഗറിന് നാമകരണം ചെയ്ത മൂന്നാർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് EK അബൂബക്കറിന്റെ അധ്യക്ഷതയിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കൽ ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനത്തിന് ശേഷം നടന്ന യാത്രയയപ്പ് സമ്മേളനത്തിൽ മുൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KV കൃഷ്ണകുമാറിന് യാത്രയയപ്പ് നൽകി. ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം R. ബിജുമോന്റെ അധ്യക്ഷതയിൽ മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ജയ മധു ഉപഹാര സമർപ്പണവും നടത്തി. ന്യൂസ് ബ്യൂറോ, മൂന്നാർ. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണി ചെറിയാൻ രാജിവെച്ചു. മുന്നണി ധാരണപ്രകാരം 1.5 വർഷക്കാലം പൂർത്തിയാക്കിയാണ് രാജി സമർപ്പിച്ചത്. കോൺഗ്രസ് മുന്നണി ധാരണ പ്രകാരമാണ് രാജി. കഴിഞ്ഞ 1.5 വർഷക്കാലമായിരുന്നു ഷൈനി സണ്ണി ചെറിയാന്റെ കാലാവധി. കാലാവധി പൂർത്തിയായതോടെയാണ് ഷൈനി സണ്ണി ചെറിയാൻ നഗരസഭാ സെക്രട്ടറി R. മണികണ്ഠന് രാജി സമർപ്പിച്ചത്. നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ കഴിഞ്ഞ 1.5 വർഷക്കാലം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായി നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ പറഞ്ഞു. 1.5 വർഷത്തെ ചെയർപേഴ്സൺ സ്ഥാനം ലഭിച്ച് ഇന്ന് ഞാനത് രാജിവെച്ചു. വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഇന്ന് ചെയർപേഴ്സൺ സ്ഥാനം ഞാൻ രാജിവെച്ചത്. കാരണം ജനങ്ങൾക്ക്, സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യാനായി എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് എൻ്റെ ചെയർപേഴ്സൺ സ്ഥാനം രാജിവെച്ചത്. അപ്പം ഞാൻ രാജിവെക്കുമ്പോൾ വളരെയേറെ സന്തോഷമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിന്ന എൻ്റെ കൗൺസിലേഴ്സ്, അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി ആൾക്കാർ, അവരുടെയൊക്കെ സ്നേഹം ശരിക്കും പറഞ്ഞാൽ എൻ്റെ രാജിയോട് കൂടിയാണ് എനിക്കത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ ഉദ്യോഗസ്ഥർ
എല്ലാവരും എന്ന് പറഞ്ഞാൽ പത്രപ്രവർത്തകരടക്കം എല്ലാവരും നമുക്ക് നല്ല സപ്പോർട്ടായിട്ട് നിന്നതുകൊണ്ടാണ് അത്യാവശ്യം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നഗരസഭയുടെ വികസനത്തിനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ഇറങ്ങാനായത്. ഇന്ന് ഉദ്ഘാടനം നടത്തപ്പെട്ട അയ്യങ്കാളി അംബേദ്കർ പ്രതിമകൾ അല്ലെങ്കിൽ സ്മൃതി മണ്ഡപം നമുക്കറിയാം, വർഷങ്ങളായിട്ട് 10-20 വർഷമായിട്ട് അങ്ങനെ ഒരു സ്മൃതി മണ്ഡപം കട്ടപ്പനയിൽ വരണമെന്ന് ആഗ്രഹിച്ച ഒരു ജനവിഭാഗമുണ്ടായിരുന്നു. അവരുടെ ആവശ്യം നമ്മൾ ഇന്നത് നടത്തിക്കൊടുത്തിരിക്കുകയാണ്. കാരണം ഒരു നാടിൻ്റെ ഒരു വികസനം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അവിടെ പ്രസംഗിച്ചതുപോലെ ഇതൊരു തീർത്ഥാടന കേന്ദ്രമായിട്ട് പോലും വേണേൽ നമുക്ക് കട്ടപ്പനയിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നമ്മുടെ ഇന്നിപ്പം അതുപോലെ തന്നെ ഒരു ഉദ്ഘാടനം നടത്തപ്പെട്ടതാണ് നമ്മുടെ സ്റ്റേജ്. ബഹുമാന്യനായ മിനിസ്റ്റർ ഫണ്ട് വെച്ച് നമുക്ക് ആ മിനി സ്റ്റേഡിയത്തിൻ്റെ റൂഫിങ് നടത്താനായിട്ട് സാധിച്ചു. ആ റൂഫിങ് സമയത്ത് നമ്മൾ ഉദ്ഘാടന സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ആ സ്വാഗതം പറഞ്ഞ വാർഡ് കൗൺസിലർ ജാൻസി ബേബി പറഞ്ഞു, ഒരു സ്റ്റേജിനും കൂടിയുള്ള പൈസ മിനിസ്റ്റർ തരണമെന്ന് പറഞ്ഞു. അധ്യക്ഷയായിരുന്ന ഞാൻ പറഞ്ഞു, സ്റ്റേജിനുള്ള 5 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി ഫണ്ടിൽ നിന്ന് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഗാന്ധി സ്ക്വയർ നവീകരണത്തിന് ഒരു 15 ലക്ഷം രൂപയും വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റേജാണ് ഇന്നവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമൂട്ടിൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, ജോയി പുരുന്നോലി, മറ്റ് കൗൺസിലർമാർ, കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങിയവർ ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി മാടവന തുരുത്തൽ മഠം മുരളിപ്പോറ്റിയുടെ ഭവനത്തിൽ കാവിക്കൊടി ഉയർത്തി. അമ്മ ദ്രൗപദി അന്തർജനത്തിന്റെ സാന്നിധ്യത്തിൽ ജയ് ശ്രീറാം വിളികളോടെയാണ് ചടങ്ങ് നടന്നത്. ജനുവരി 22-ന് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് ആദരസൂചകമായി തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മേൽശാന്തി മാടമന തുരുത്തേൽ മഠം മുരളിപ്പോച്ചിയുടെ ഭവനത്തിൽ കാവിക്കൊടി ഉയർത്തി. അമ്മ ദ്രൗപദി അന്തർജനത്തിന്റെ സാന്നിധ്യത്തിൽ ജയ് ശ്രീറാം വിളികളോടെയാണ് ചടങ്ങ് നടന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ സെക്രട്ടറി ഗോപി പഴുക്കാക്കുളം, മുൻ വാർഡ് കൗൺസിലർ K ഗോപാലകൃഷ്ണൻ, സമീപവാസികളായ രാമചന്ദ്രൻ മഞ്ഞാങ്കൽ മഠം, AC സാജൻ, സനൽ പുരുഷോത്തമൻ തുടങ്ങിയവർ പങ്കെടുത്തു. ക്ഷേത്ര നിർമ്മാണം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലൊരു കാവിക്കൊടി ഭവനത്തിൽ ഉയർത്തുന്നതിന് തീരുമാനിച്ചിരുന്നതായി മുരളിപ്പോച്ചി പറഞ്ഞു. പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് മുന്നോടിയായുള്ള യജ്ഞങ്ങളും പൂജകളും ആരംഭിച്ച ഈ സമയം തന്നെയാണ് ഇതിന് ഉത്തമമെന്ന് തിരിച്ചറിഞ്ഞാണ് കാവിക്കൊടി ഉയർത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമേ തന്റെ ഭവനത്തിൽ നിന്നും കാവിക്കൊടി അഴിച്ചുമാറ്റുകയുള്ളൂവെന്നും മുരളിപ്പോച്ചി പറഞ്ഞു. തുടർന്ന് തൊടുപുഴ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രധാന നിവേദ്യമായ പാൽപായസവും വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അടിമാലി മില്ലുംപടിയിലായിരുന്നു പരിപാടി നടന്നത്. സെന്റർ ഫോർ ഫിനാൻഷ്യൽ ലിറ്ററസിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. അടിമാലി മില്ലുംപടിയിലായിരുന്നു പരിപാടി നടന്നത്. വിവിധ ഇൻഷുറൻസ് പരിരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് പരിപാടിയിൽ വിശദീകരിച്ചു. ഷീബ നവാസ്, ലിജി ജോർജ് എന്നിവർ പരിപാടിയിൽ സംസാരിച്ചു. 18-നും 70-നും ഇടയിൽ പ്രായമുള്ളവർക്ക് നമുക്ക് 2 ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ നമ്മുടെ ഈ വീടുകളിലൊക്കെ ഉള്ള 70 വയസ്സിൽ താഴെയുള്ളവരുണ്ടെങ്കിൽ അവരെല്ലാവരും നിർബന്ധമായിട്ട് ഈ ഒരു ഇൻഷുറൻസിൽ ചേരണം. കാരണം നമുക്കറിയാം, എപ്പോഴും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപകടം മൂലമോ ആക്സിഡന്റ് മൂലമോ മറിഞ്ഞു വീണോ അല്ലെങ്കിൽ തട്ടി വീണോ എങ്ങനെയാണെങ്കിലും ഉള്ള നമുക്ക് ആക്സിഡന്റിൽ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നോമിനിക്ക് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് കിട്ടുന്നത്. അതുപോലെ രണ്ടാമത്തെ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 436 രൂപയാണ് അതിൻ്റെ ഒരു പ്രീമിയം വരുന്നത്. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വയസ്സിൽ താഴെയുള്ളവർക്കാണ് അതിനകത്ത് ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രദേശത്തെ നിരവധി ആളുകൾ സാമ്പത്തിക സാക്ഷരതാ ബോധവൽക്കരണ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ 60-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജനുവരി 23 മുതൽ 26 വരെ എക്സിബിഷൻ സംഘടിപ്പിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് അറിയിച്ചു. കട്ടപ്പന മിനി സ്റ്റേഡിയത്തിന് സമീപം നിർമ്മാണം പൂർത്തിയാക്കിയ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിൻ്റെയും നവോത്ഥാന നായകൻ അയ്യങ്കാളിയുടെയും സ്മൃതി മണ്ഡപം നാടിന് സമർപ്പിച്ചു.
വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ സിറ്റിംഗ് ജഡ്ജി അധ്യക്ഷനായി ജുഡീഷ്യൽ കമ്മീഷൻ നിയമിക്കണമെന്ന് അഡ്വക്കേറ്റ് കെ ബി സെൽവം. SSKയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികൾക്കായി നടത്തുന്ന കരാട്ടെ പരിശീലനം റസൽപുരം ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ചു. തങ്കമണി ഗ്രാമത്തിലുണ്ടായ വിവാദമായ സംഭവത്തെ ആസ്പദമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന സിനിമയ്ക്കെതിരെ ഹൈക്കോടതിയിൽ ഹർജി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.